പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, കേരളത്തിൽ WWE ആരാധകരുടെ എണ്ണം കുറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ 4 കാരണങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് ടി വിയിലെ ടെലികാസ്റ്റ് നിർത്തിയതാണ്. സോണി ചാനലുകളിൽ ഈ ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ നമുക്ക് ഫ്രീ ആയിട്ട് WWE ഷോസ് കാണാൻ സാധിച്ചിരുന്നു. ആദ്യം 10 സ്പോർട്സിലും പിന്നീട് അത് സോണി ഏറ്റെടുത്തപ്പോൾ സോണി 10 1ലും 10 2ലും ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ആയി കണ്ടുവരുന്ന WWE വീക്കിലി എപ്പിസോഡ്സ് റോസ് മാക്ഡോണും അതുപോലെ തന്നെ പേപ്പർ വ്യൂസും പ്രീമിയം ലൈവ് ഇവൻറ്റ്സും മറ്റ് ഷോസും അല്ല. പിന്നീട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു വർഷത്തോടു കൂടി കോഡ് മാറി. OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമേ ഷോ കാണാൻ സാധിക്കൂ എന്നുള്ളത് WWE ആരാധകരുടെ എണ്ണം കുറയ്ക്കാൻ വലിയ കാരണമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ടി വിയിൽ ലഭിച്ചിരുന്ന ഷോ 149 രൂപ ഓരോ മാസവും കൊടുത്ത് കാണാൻ മാത്രമുള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പോഴത്തെ ഒരു പ്രൊഡക്റ്റിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ ടി വിയിലാണെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും സമയം കിട്ടുന്നതിന് അനുസരിച്ച് കാണാമെന്ന് വിചാരിച്ച് ഫോളോ ചെയ്തിരുന്ന ആരാധകർക്ക് OTTയിൽ കാശ് കൊടുത്തുകൊണ്ട് ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ പ്രൊഡക്റ്റ് അത്ര ഗംഭീരമല്ലാത്തത് കൊണ്ട് അവർ ഫോളോ ചെയ്യുന്നത് നിർത്തി. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിർത്തിയ ഒരു ആരാധകനാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തേത് WWE കൂടുതലും 4 ഷോകൾക്കാണ് ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത്. അത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ്, റസൽമേനിയ, സമ്മർ സ്ലാം, സർവൈവർ സീരീസ്. അപ്പോൾ ഈ സർവൈവർ സീരീസ് മാറ്റി നിർത്തിയാൽ ബാക്കി 3 ഷോ റോയൽ റംബിൾ, റസൽമേനിയ, സമ്മർ സ്ലാം ഈ 3 ഷോകളിലാണ് ഇപ്പോൾ വലിയ ടൈറ്റിൽ ചേഞ്ചുകൾ നടക്കുന്നത്. അതായത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലറുടെ കയ്യിൽ നിന്ന് പുതിയൊരു താരത്തിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ അതിന് ഇടയിലുള്ള എല്ലാ വീക്ക്ലി എപ്പിസോഡ്സും എല്ലാ മറ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റ്സ്, പേപ്പർ വ്യൂസ്, മേജർ ഷോസ് അതൊക്കെ വെറും ഒരു പേരിന് വേണ്ടി നടത്തുന്ന ഒരു ഷോ ആയിട്ട് മാറി. അതല്ലാതെ അതിനിടയിൽ നടക്കുന്ന ഷോകൾക്കൊക്കെ വെറുതെ മാച്ച് കൊടുത്ത് ആ ചാമ്പ്യനെ തന്നെ ഓവറാക്കി കാണിച്ച് അവർ ആ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ പണ്ട് വിൻസ് മെക്മാൻ കമ്പനിയെ നയിച്ചിരുന്ന ആ ഒരു സമയത്ത് എല്ലാ ഷോകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ഷോയിലാണ് ഏത് റെസ്ലർ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ട്രിപ്പിൾ എച്ചിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ ഈ 4 ഷോകൾക്ക്, പ്രധാനമായും സർവൈവർ സീരീസ് മാറ്റി നിർത്തിയിട്ടുള്ള 3 ഷോകൾക്കാണ് ഇപ്പോൾ ടൈറ്റിൽ ചേഞ്ച് എന്നുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഫോക്കസ് അവർ കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറികൾ ആ ഷോയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കും. അപ്പോൾ കൂടുതൽ ആരാധകരുടെ ഒരു ശ്രദ്ധ ആ ഷോ വരുന്ന സമയത്തേക്ക് മാറിയതും WWE അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യാവുന്നവരുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മൂന്നാമത്തെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കഥാപാത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നിലവിൽ എല്ലാവരും കിടിലമായിട്ടുള്ള ഒരു റെസ്ലേഴ്സാണ്, കിടിലമായിട്ടുള്ള മത്സരങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തേതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളുള്ള റെസ്ലേഴ്സ് ഇല്ല. അല്ലെങ്കിൽ ഓരോ റെസ്ലേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു മത്സരങ്ങളോ പണ്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഇപ്പോഴത്തെ പ്രൊഡക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതും ആരാധകരുടെ ഒരു എണ്ണത്തിൻ്റെ കുറവ് വരുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആരാധകർ ഇപ്പോഴത്തെ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോഴത്തെ ഒരു ഷോ പണ്ടത്തെ കാലഘട്ടമായിട്ടാണ് എപ്പോഴും താരതമ്യം ചെയ്യുക. അപ്പോൾ പണ്ടത്തെ റെസ്ലേഴ്സിൻ്റെ പോലെ ഇപ്പോഴത്തെ റെസ്ലേഴ്സ് വരുന്നില്ല, അവരുടെ മാച്ചിൻ്റെ പോലെ ഒരു മാച്ചസ് വരുന്നില്ല. പണ്ടൊക്കെ ഓരോ ഷോയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള മാച്ചുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഷോയിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട അതേ മത്സരങ്ങൾ തന്നെ പിന്നെയും കാണുന്നു, അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തിന് നമ്മൾ ഈ ഒരു ഷോ പിന്നെയും കാണണം, അല്ലെങ്കിൽ ആ കഥാപാത്രം നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിലൂടെ തരുന്നത് എന്നുള്ള ഒരു സംശയം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയുകയും അതും കേരളത്തിൽ ആരാധകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഒരു പോയിൻ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഥാപാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ WWE എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് അവർക്ക് കഥ പറയാൻ സാധിക്കുന്നില്ല. അത് ആരാധകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വലിയ ഘടകമായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ ഒരു പോയിന്റ് ചാമ്പ്യൻഷിപ്പ് റണ്ണുകളെ സംബന്ധിച്ചാണ്. ഒരു ചാമ്പ്യൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് മറ്റൊരു റെസ്ലറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുന്ന ഒരു സമയം അത് വർഷങ്ങൾ കഴിയണം എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറിയോ കൃത്യമായിട്ടുള്ള ഒരു മത്സരങ്ങളോ ഈ ഒരു ചാമ്പ്യൻ നമുക്ക് സമ്മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പുതിയൊരു റെസ്ലറിലേക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പുകൾ എത്തണമെന്നുണ്ടെങ്കിൽ കുറേയധികം മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്നു എന്നുള്ളതാണ്. റെസ്ലേഴ്സ് കൂടുതലും പാർട്ട് ടൈം ഷെഡ്യൂൾ സ്വീകരിക്കുന്നു എന്നുള്ളതും നിലവിൽ പ്രൊഡക്റ്റ് വീക്കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് റോമൻ റെയിൻസ് പാർട്ട് ടൈം ഷെഡ്യൂൾ സ്വീകരിച്ചത് ആരാധകരുടെ എണ്ണം കുറയ്ക്കാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. കോഡി റോഡ്സും പതിയെ പാർട്ട് ടൈം ഷെഡ്യൂളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ
മേജർ ഷോകൾ വരുന്ന സമയത്ത് ചാമ്പ്യന്മാർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് പണ്ടേ മുതലുള്ള ഒരു ശീലമാണ്. അപ്പോൾ മേജർ ഷോകൾ വരുമ്പോൾ മാത്രം നമ്മൾ ഷോ കണ്ടാൽ പോരെ എന്നുള്ള ആ ഒരു അഭിപ്രായം ആരാധകർക്കുള്ളിൽ വന്നാൽ പതിയെ അവർ ആ ഒരു ഷോ കാണാനുള്ള താല്പര്യം കുറയ്ക്കുകയും പിന്നീട് മൊത്തത്തിൽ WWE എന്ന് പറയുന്ന ഷോ തന്നെ അവസാനിപ്പിച്ചു പോകുന്ന രീതിയിലേക്കും കടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടുള്ളതാണ് കേരളത്തിലും ഇന്ത്യയിലും WWE ആരാധകരുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങളെ ബാധിച്ച ആ ഒരു കാരണം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.